ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി നടന്ന സംഭവങ്ങൾ മുഴുവനും രവിയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട രവി എന്നിട്ട് എന്തായടാ ബാക്കിയുള്ള കാര്യങ്ങൾ പറ. അച്ഛാ, ആ പെണ്ണ് പ്രസവിച്ചു അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കേട്ട് നിൽക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട വർഷയാണെങ്കിൽ ദേ നിങ്ങളിത് പറയുന്നത് കേട്ടിട്ടെ എൻ്റെ ചങ്ക് കിടന്ന് പെടയ്ക്കുന്നു. ഇത് കേട്ടോ അച്ഛാ, ഇതേപോലെയായിരുന്നു അച്ഛാ എൻ്റെ അവസ്ഥ. എനിക്കവിടെ എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ കൈയും കാലൊക്കെ കിടന്ന് വിറയ്ക്കായിരുന്നു അച്ഛാ. പേടി കൊണ്ടേ ഒരു ടെൻഷൻ കൊണ്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അച്ഛാ. പിന്നീടേ ഞാൻ ടി വിയിലും ഇങ്ങനെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. കാരണം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ കരയില്ലേ, ആ ഒരു സൗണ്ട് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അച്ഛാ. പക്ഷേ ഇത് ഞാൻ ശരിക്കും കേട്ടു വെച്ചാ. ആ കുഞ്ഞ് കരയുന്ന ശബ്ദം ഞാൻ ശരിക്കും കേട്ടു വെച്ചാ മോനെ. എന്നിട്ട് ആ കുഞ്ഞും അമ്മയും സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കേട്ട ചന്ദ്രയ്ക്കൊക്കെ ആണെങ്കിൽ വല്ലാത്തൊരു അഹങ്കാരം. ചന്ദ്ര അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ ശ്രുതി ഒന്ന് പ്രസവിച്ചതാണല്ലോ. ഇതെല്ലാം കേട്ട ശ്രുതി ആകാംക്ഷയോടെ കേട്ടു നിൽക്കുകയാണ്. ശ്രുതിയുടെ പ്രസവകാര്യങ്ങളെ കുറിച്ചാണ് ശ്രുതി ആ നിമിഷം അവിടെ ആലോചിക്കുന്നത്. അപ്പോൾ സച്ചി പറയാ, അച്ഛാ അതിന് ശേഷം അച്ഛാ ദേ ആ പെണ്ണില്ലേ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് തന്നച്ചാ. ഈ 2 കൈ കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ എടുത്തു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അച്ഛാ. എന്തെന്നില്ലാത്ത സന്തോഷം. ആ കുഞ്ഞിൻ്റെ മുഖത്തുനിന്ന് ഞാൻ കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെയില്ലേ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചാ. ദേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു വെച്ചാ. ആ കുഞ്ഞ് എൻ്റെ ആരൊക്കെയോ ആയെന്നുള്ളൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അച്ഛാ. അങ്ങനെ നമ്മുടെ രവിക്ക് ഭയങ്കര ഒരു സങ്കടം വരിക സച്ചിയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ കുഞ്ഞിനെ എടുത്തുന്ന രീതിയിൽ നമ്മുടെ രേവതിയുടെ മുന്നിലേക്ക് ഇങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ചെല്ലുകയാണ്. രേവതി അറിയോ, ദേ ആ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് തന്നപ്പോഴേ എനിക്ക് എന്താ തോന്നിയെന്നറിയാവോ? ദേ നീ കിട്ടുന്ന പൂവില്ലേ, ആ പൂ പോലെ ഇരുന്നേച്ചു രേവതി. ആ കുഞ്ഞെൻ്റെ കയ്യിലിരുന്നപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാവോ ആ കുഞ്ഞിനെ കാണാനായിട്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു രേവതി. എനിക്ക് ഭയങ്കര സന്തോഷമായി രേവതി എന്നിങ്ങനെ രേവതിയോട് പറയുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറയുകയാണ്. സച്ചേട്ടാ സന്തോഷമായി സച്ചേട്ടാ, എത്ര നല്ല കാര്യമാണ് സച്ചേട്ടൻ ചെയ്ത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഇളകി അവിടെ. ശ്രുതിയാണെങ്കിൽ എടാ നീ എന്ത് മണ്ടത്തരാണേ കാണിച്ചത്. ആ പെണ്ണിനെയും കുഞ്ഞിനെയും നീ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാതെ ഇങ്ങനെ വണ്ടിയിലാണ് പ്രസവിക്കാനായിട്ട് നിർത്തേണ്ടത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? ഇത് കഴിഞ്ഞപ്പോഴേക്കേടാ അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. അതെനിക്കറിയാവോ? എടാ സച്ചി, അവൻ എന്തെങ്കിലും കിടന്ന് പറയട്ടെടാ. അവനല്ലെങ്കിലും നെഗറ്റീവ് പറയാനല്ലേ അറിയുള്ളൂ. അവൻ എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അവനേ കഴിവില്ല. മറ്റുള്ളവർ ആർക്കെങ്കിലും സഹായിക്കാനായിട്ട് പോയാൽ അതിന് അവൻ അവിടെ തടസ്സവും വെക്കുകയും ചെയ്യും. അതാണല്ലോ അവൻ എന്ന് പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ പിന്നീടൊന്നും സംസാരിക്കേണ്ട തയ്യാറായില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിന്നെ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നു. ഇതൊക്കെയാണ് ഒരിത് സംഭവം. ചന്ദ്രേ നിർത്ത് ചന്ദ്രേ, എന്തിനാ ചന്ദ്ര ഇങ്ങനത്തെ ചുമ്മാ കിടന്നിങ്ങനെ കുറ്റം പറയുന്നത്? നിനക്ക് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ? ദേ നല്ലൊരു പ്രവൃത്തിയാണ് വന്നിരിക്കുന്നത്. നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നാട്ടുകാർക്ക് കുഞ്ഞുങ്ങളോ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിലൊരു കുഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രേ, ആ ഒരു സ്വപ്നം നിന്റെ മക്കളിൽ ആരെങ്കിലും സാധിച്ചു തരുമെന്നേ. ഇവിടെ 3 മക്കളില്ലേ, അവരാരെങ്കിലും കൊണ്ട് നിനക്ക് സന്തോഷം ഉണ്ടാകും. ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാകും, കാത്തിരുന്നാൽ മതി. ആർക്കറിയാമോ ഉണ്ടാകൂല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രവി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ വന്നിട്ട്, അതെ രേവതി ചേച്ചിയുടെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിൽ ആദ്യം ഉണ്ടാകേണ്ടത്. ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വരികയാണ്. ശ്രുതി, നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകള്. അപ്പോൾ നിങ്ങൾക്ക് വേണം ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ. ഇത് കേട്ട നമ്മുടെ രേവതി ഞെട്ടിപ്പോവുക. രേവതിയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ കറിക്കയിൽ താഴത്തേക്ക് വീഴുകയാണ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. അയ്യോ രവി ചേച്ചി എന്തു പറ്റി എന്ന് വർഷ ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അവൾക്കേ വയറ്റെരിച്ചിൽ. ശ്രുതിക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വയറ്റെരിച്ചിലാണ്. അമ്മേ നിർത്തമ്മേ,
കയ്യിൽ നിന്ന് താഴെ വീണ വയറ്റരിച്ചിൽ എന്നാണോ പറയേണ്ടത്? എനിക്കൊരു വയറ്റരിച്ചിലുമില്ല. അപ്പൊ സച്ചി ആണെങ്കിൽ അതെ അതെ ഞങ്ങൾക്കേ അതിനെക്കുറിച്ച് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അല്ലെങ്കിലും ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ട കുഞ്ഞ് അത് ഞങ്ങളുടെ തന്നെ ആയിരിക്കണം എന്ന് പറയാണ്. എടാ ആയിക്കോട്ടെടാ, നീ ഈ കാര്യത്തിൽ നിന്നോട് മത്സരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇല്ല. നിന്റെ കുഞ്ഞ് തന്നെ ആദ്യം ജനിക്കട്ടെ, ഞങ്ങൾക്കേ ഒരു റൂമൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ ചന്ദ്ര അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കണം. കൊള്ളാം, എങ്കിലേ 50 വയസ്സായാലേ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയണം. അതെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ അധികം താമസിയാതെ ഒരു വീട് കെട്ടും, ഒരു റൂം കെട്ടും. ആ റൂം കെട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതൊക്കെ വീണ്ടും പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞോളാം. ഒരു ഇത് കൊണ്ട് വരുന്നു. അങ്ങനെ ഇവരെല്ലാവരും എണീറ്റ് പോവുകയാണ്. പക്ഷേ നമ്മുടെ രേവതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കുക. ശ്രുതിക്കാണെങ്കിൽ എന്തൊക്കെയോ പോലെ തോന്നുകയാണ്. രേവതി കുറേ നേരമായല്ലോ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി കൂടുതലൊന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് കയറിപ്പോകാൻ ശ്രമിച്ച് വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ രേവതി കണ്ണെടുക്കാതെ ശ്രുതിയെ തന്നെ നോക്കുകയാണ്. എന്തൊക്കെയോ പന്തികളുണ്ടെന്ന് മനസ്സിലായി ശ്രുതിക്ക്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കയറിപ്പോവാം. രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ രേവതി ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് എൻ്റെ ദൈവമേ എന്ത് ചെയ്യും, ഞാൻ ആരോട് ഈ കാര്യങ്ങൾ പറയും, പറയാനും പേടിയാവുന്നു, പറയാതിരുന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ, ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ദൈവമേ എന്നും വിചാരിച്ച് ആകെ പേടിച്ച് കിറുങ്ങി വല്ലാത്തൊരവസ്ഥയിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ആ വൈറലായ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സച്ചിയേട്ടൻ ഇത് കണ്ടോ? സച്ചിയേട്ടനാണ് ഇപ്പം താരം. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് സച്ചിയേട്ടനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. 2 ജീവനല്ലേ സച്ചിയേട്ടൻ രക്ഷിച്ചിരിക്കുന്നത്. ഇതൊന്നും നോക്കിയ സച്ചിയേട്ടൻ. അങ്ങനെ സച്ചി കണ്ടപ്പോഴും അയ്യോ ഇതോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വലിയ സംഭവമാണല്ലേ. അയ്യോ കമൻറ്റ് എന്തൊക്കെയാണ് അതൊന്നും എൻ്റെ ഫോണിലേക്കൊന്നും ഷെയർ ചെയ്തേടാ. ഞാൻ എന്തിനാ സച്ചിയുടെ ഷെയർ ചെയ്യുന്നത്? സച്ചിൻ്റെ ഫോണിലും കിട്ടും, നീ കൊണ്ടുവന്നേ ഫോണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് ആ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. അതെ സച്ചിയേട്ടാ, ഇതിൽ വന്ന കമൻ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കണ്ടേടാ. എല്ലാം നല്ല കമൻ്റ് ആണല്ലോടാ. എനിക്ക് കമൻ്റൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. സച്ചിയേട്ടാ അതേപോലെയുള്ള കാര്യമല്ലേ സച്ചിയേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിങ്ങനെ വിശ്വസിക്കാതിരിക്കും? നോക്ക്, കമൻ്റൊക്കെ വായിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെണിച്ച് പോവാ. അപ്പോഴാണ് നമ്മുടെ രേവതി ആ വഴി എന്തൊക്കെയോ പോയ ഒരു അണ്ണാനെ പോലെ വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു ബോധമില്ലാതെ ഇങ്ങനെ വരികയാണ്. രേവതി അവിടെ നിന്ന് രേവതി, ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. ഇത് കണ്ടു രേവതി, ഇതിലെ കമൻ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കി രേവതി. ഇദ്ദേഹം ഒരു മഹാമാന്യനാണ്, 2 ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. ഈ സച്ചി ഭയങ്കര സംഭവമാണല്ലേ. സച്ചി അങ്ങോട്ട് ഫേമസ് ആയി. എനിക്ക് വയ്യ, എന്തൊക്കെയാണ് ഈ എൻ്റെ ആരാധകർ പറയുന്നത്. കണ്ടില്ലേ, സച്ചി കാരണമാണ് 2 ജീവൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം കമൻ്റാണ്. പക്ഷേ രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രേവതിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പറ്റുന്നില്ല. അതിനേക്കാളും വലിയൊരു ഷോക്കാണ് രേവതിയുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഒന്നും നോക്കുന്നില്ല. രേവതി, ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ ഇതൊന്നും കേട്ടില്ല രേവതി. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന രേവതി? സച്ചിട്ടാ ഞാൻ കേട്ടു. പിന്നെ കേട്ടു, ഒന്നും കേട്ടിട്ടില്ല. നീ എന്താ രേവതി ഇങ്ങനെ? ഞാൻ ഇത്രയും നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തോട്ട് വന്നിട്ട് കണ്ടോ ഇതേപോലെ കമൻറ്റുകളൊക്കെ ഇട്ടു വന്നേക്കുന്നു. എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടു സച്ചിയേട്ടാ, അതൊക്കെ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ. എനിക്ക് സന്തോഷമുണ്ട് സച്ചിയേട്ടാ. കണ്ടോ എല്ലാവരും എന്നെ ആദരിക്കുകയാണ്. ഞാനുള്ളത് കൊണ്ടാണ് ഇവിടെ മഴ പെയ്തെന്ന് പോലും ഒന്നും. അപ്പം കണ്ടോ, ഞാൻ വെള്ളം അടിച്ചെന്ന് വരുന്നതുകൊണ്ടാണ് നിനക്ക് പ്രശ്നം. പക്ഷേ ഞാൻ കാരണമാണ് നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ രേവതി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. രേവതി സത്യം പറ, എന്താ പറ്റിയത് നിനക്ക്? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് നീ എന്തോ കിളി പോയൊരവസ്ഥയാണ് നടക്കുന്നത്. നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സച്ചിയേട്ടാ, എനിക്കൊന്നും പറ്റിയില്ല. ഇല്ല, സത്യം പറഞ്ഞോ, നിനക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്, അതെന്താന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതി. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സച്ചിയേട്ടാ പുറത്ത് നല്ല വെയിലല്ലേ, ഇന്ന് ഞാൻ കുറേ നേരം അലഞ്ഞു ഭയങ്കര ടയേർഡാ, മുഖമൊക്കെ അതുകൊണ്ടാണ് വല്ലാതിരിക്കുന്നതെന്നേ, എനിക്കല്ലാതെ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണേ. ഇവൾക്ക് ഇതെന്ത് പറ്റി? ഇവളെന്താ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? വെയിലാണ്, ടയേർഡാണ്, മുഖം വല്ലാതിരിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സച്ചി ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ
രേവതി അടുക്കളയിൽ നിന്ന് ഓരോ ജോലികളും ചെയ്യുക. അപ്പോഴാണ് വർഷം ഓടി വരുന്നത്. അപ്പോൾ വർഷം ഓടി വന്നിട്ട്, ദേ രേവതി ചേച്ചി ഇത് കണ്ടതല്ല, ദേ സച്ചിയേട്ടൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയേട്ടനാണ് ഇപ്പൊ താരം. സച്ചിയേട്ടനെ കുറിച്ച് എനിക്ക് പണ്ട് വല്ലാത്തൊരു ചിന്തയായിരുന്നു. പക്ഷെ ആ ചിന്ത ഇപ്പം എനിക്കില്ല കേട്ടോ. സച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു. ചേച്ചി, എനിക്കിപ്പോൾ സച്ചിയേട്ടൻ വലിയ ഇഷ്ടമാണ്. സച്ചിയേട്ടൻ നല്ല പ്രവൃത്തിയല്ലേ ചെയ്തിട്ട് വന്നത്. 2 ജീവൻ രക്ഷിക്കാന്നൊക്കെ പറയുന്നത് അത് നിസ്സാര സംഭവമാണോ? വർഷം ഇങ്ങനെയായിരുന്നു ഗുണഗുണാന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഓരോ കാര്യങ്ങള്. അപ്പതേ രേവതി ഇതൊന്നും ശ്രദ്ധിക്കണില്ല. രേവതി എവിടെ ഏതോ ഒരു ലോകത്താ. അപ്പൊ വർഷം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും, ചേച്ചി ഇതെവിടെയാ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? സച്ചിൻ ഇത്രയൊക്കെ ചെയ്തിട്ട് വന്നിട്ടും ചേച്ചിയുടെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്തത്. അത് പിന്നെ വർഷേ, ഞാൻ നിനക്ക് ചായ എടുക്കട്ടെ? എന്റെ പൊന്നി ചേച്ചി, എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. ചേച്ചിയുടെ മുഖത്തെന്താ സന്തോഷമില്ലാത്തതെന്ന്? സച്ചിയേട്ടൻ ഇത്രയും ചെയ്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ അതൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ എൻ്റെ രേവതി ചേച്ചി. എന്താ കാര്യം? ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്? ഒന്നുമില്ല വർഷേ, എനിക്കൊരു പ്രശ്നമില്ല. ഉണ്ട്. ഞാനെന്താ ചേച്ചി ആദ്യമായിട്ട് കാണുകയാണോ? ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ സച്ചിയേട്ടനെ ഇപ്പോൾ വിളിച്ചോണ്ട് വരും. ഞാൻ പറയും ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്. അയ്യോ സച്ചിയേട്ടനെ വിളിക്കല്ലേ വർഷേ. അപ്പം പിന്നെ എന്നോട് പറ. ചേച്ചി പറയാറില്ലേ ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയത്തിയെ പോലെയാണെന്ന്? അപ്പൊ പിന്നെ എന്നോട് എന്തുണ്ടെങ്കിലും പറഞ്ഞാലെന്താ? അത് പിന്നെ വർഷേ, ഞാൻ നിന്നോട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? എൻ്റെ കൈയും കാലും കിടന്ന് വരയ്ക്കുന്നത് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ കാലൊക്കെ കിടന്ന് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുകയാണല്ലോ. എന്താ പറ്റിയത്? എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ വർഷേ, ഞാൻ പറയാം. പക്ഷെ ഈ കാര്യം നീ ആരോടും പറയരുത്. ആദ്യം സംഭവം എന്താന്ന് പറ, എന്നിട്ട് ആലോചിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. അത് പിന്നെ വർഷേ, ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റലിൽ നമുക്ക് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കാൻ പോയായിരുന്നു. എന്നിട്ട് അപ്പം അവിടെ ശ്രുതി വന്നായിരുന്നു. ശ്രുതി ചേച്ചി ചെക്കപ്പിന് വന്നാണോ? അതെ, ചെക്കപ്പിന് വന്നാണ്. ആയിക്കോട്ടെ, കെയറിങ് ആവാത്തത് കൊണ്ട് ചെക്കപ്പിന് വന്നതായിരിക്കും. അതിനെന്തിനാ ചേച്ചി ടെൻഷൻ അടിക്കുന്നത്? അതല്ല, എന്തൊക്കെയോ ഒരു സംശയം തോന്നി ദേവുവിന്. അങ്ങനെ ദേവു നേഴ്സിനോട് പോയി ചോദിച്ചു, എന്തിനാണ് ശ്രുതി വന്നത്, എന്തിനു വേണ്ടിയാണെന്നൊക്കെ. പക്ഷേ ആ നേഴ്സ് പറഞ്ഞത് എന്താണെന്നറിയാവോ? 2ാമത്തെ കുഞ്ഞുണ്ടാവാത്തത് എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടിയാണ് വന്നതെന്നാണ് ആ നേഴ്സ് പറഞ്ഞത്. ഇത് കേട്ടതും വർഷം ആകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥയിലായി പോവാണ്. എന്താ പറഞ്ഞത്? അതേ വർഷേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ശ്രുതി 2ാമത്തെ കുഞ്ഞ് ഉണ്ടാകാത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ അവിടെ വന്നത്. അപ്പൊ അതിനർത്ഥം ശ്രുതി ചേച്ചിക്ക് വേറൊരു കുഞ്ഞുണ്ടെന്നല്ലേ? അങ്ങനെ തന്നെയാ. അപ്പോ ആദ്യത്തെ പ്രസവം എങ്ങനെയാ നടന്നത്? അപ്പൊ ശ്രുതി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? എന്താ ചേച്ചി, എന്താ സംഭവം? അതൊന്നും അറിയില്ല വർഷേ. അവിടെ ചെന്നപ്പോ നേഴ്സുമാര് കള്ളം പറയില്ലല്ലോ. ശ്രുതി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊരു ആദ്യത്തെ കുഞ്ഞുണ്ടെന്ന്. പക്ഷെ എന്നാലും ഡോക്ടർ ചെക്കപ്പ് ചെയ്യുമ്പോൾ ശ്രുതി ചേച്ചി ഒരു പ്രസവിച്ചതാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുമല്ലോ. അതെ, മനസ്സിലാകും. എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ വർഷേ. പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലാ. ആരോട് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. എങ്കിലേ ഞാൻ ഈ കാര്യം ഇപ്പം തന്നെ ആൻറ്റിയോട് പോയി പറയാം. അയ്യോ മിണ്ടാതിരിക്കേണ്ട വർഷം, അതൊന്നും പറയണ, നീ പതുക്കെ പറ. പിന്നെ ചേച്ചി ഒരു കാര്യം ആലോചിക്കുന്നുണ്ടോ? അന്ന് നമ്മ ശ്രുതി ചേച്ചിയോട് പ്രസവത്തിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ നമ്മളെക്കാളും കൂടുതലായിട്ട് പ്രസവത്തിന്റെ കാര്യം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ശ്രുതി ചേച്ചി അവിടെ പറഞ്ഞത്. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന സകല കാര്യങ്ങളും ശ്രുതി ചേച്ചി പറഞ്ഞില്ലേ? അതേ വർഷേ, ശ്രുതി ആ സമയത്ത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ ഉറപ്പാണ് അവര് പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ അവരപ്പൊ കല്യാണം കഴിച്ചാണോ ചേച്ചി? കല്യാണം കഴിക്കാതെ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല എൻ്റെ വർഷേ. എനിക്കാകെ ആണെങ്കിൽ പേടി തോന്നുന്നു. ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ എൻ്റെ ചേച്ചി. ദൈവത്തോർത്ത് നീ ആരോടൊന്നും പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകും എന്ന് രേവതി പറയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ.